പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ലോക്സഭയിൽ വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ. ചരിത്ര നിമിഷമെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ബിൽ അവതരിപ്പിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. धन्यवाद अध्यक्ष महोदय। मैं आपकी अनुमति से ये प्रस्ताव करता हूं कि भारत के संविधान का और संशोधन करने वाले विधेयक संविधान 131वां संशोधन विधेयक 2026 को पूर्व स्थापित करने की अनुमति दी जाए. നിയമനിർമ്മാണ സഭകളിലെ സീറ്റ് എണ്ണം ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ബില്ലിനെതിരെ പ്രതിപക്ഷം കടുത്ത എതിർപ്പുയർത്തി. ഭരണഘടനയ്ക്കെതിരെയാണ് നീക്കമെന്നും ബില്ല് പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. You know about the Indian people mindset. You are scared of 2029 election. Yeah. You want an escape route to cover up the 2029. That's why you bring the anti-constitutional bill. Therefore, I think the minister has to withdraw this bill, sir. This is the minister has to withdraw the bill. I strongly oppose the introduction of the Constitution 131st Amendment. Sir, any constitutional amendment must uphold federalism, democracy and social justice. However, this bill raises serious concern, having been introduced without adequate consultation with the state government and stakeholders. I urge the government must withdraw the bill. After the bill will come after the census and implementation later. ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയുമായി 12 മണിക്കൂറാണ് ചർച്ച. ഇന്ന് പ്രധാനമന്ത്രി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് ബില്ലിന്മേൽ വോട്ടെടുപ്പ്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, 10-12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ബില്ല് പാസ്സാകുമോ? അമൃത, ബില്ല് പാസ്സാകണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് ആവശ്യമാണ്. നിലവിലെ ലോക്സഭയിലെ അംഗസംഖ്യ നോക്കിയാൽ ഒരു കാരണവശാലും ബില്ല് പാസ്സാകാനുള്ള സാഹചര്യം നിലവില്ല. കാരണം പ്രതിപക്ഷം ഒറ്റക്കെട്ടായാണ് ബില്ലിനെ എതിർക്കുന്നത്. ഇന്ന് ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ കൃത്യമായി ഓരോ പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികളും ബില്ലിനെ എതിർക്കുകയും അതിൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നു എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആദ്യം ബില്ലിനെ എതിർത്തിരുന്നു. പിന്നീട് സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, AMM അതുപോലെ തന്നെ CPM അടക്കമുള്ള പാർട്ടികൾ ആ ബില്ലിനെ എതിർക്കുകയും ശക്തമായ എതിർപ്പ്, കാരണം ബില്ലിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോകണം, ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ് ആദ്യം പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത്. കാരണം കൃത്യമായി ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. കാരണം 2023 പാസ്സാക്കിയ ഒരു ബില്ല് അത് ഇത്രയും കാലം വൈകിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. ഇതിനു പുറമെ മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള വ്യവസ്ഥകൾ ഇതുമായി ബന്ധിപ്പിക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയും ദുരുദ്ദേശമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് അവതരണത്തിന് വേണ്ടി വോട്ടെടുപ്പ് നടക്കുകയും 251 പേർ വോട്ടെടുപ്പിൽ ബില്ല് അവതരണത്തെ അനുകൂലിക്കുകയും ചെയ്തു. അതേസമയം 185 പേരാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത്. എന്തായാലും ബില്ല് അവതരണത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം നോക്കുക. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാകും ബില്ല് ലോക്സഭ കടക്കുക. നാളെ വൈകിട്ട് 4 മണിക്ക് ബില്ലിന്മേൽ വോട്ടെടുപ്പ് നടക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത് 12 മണിക്കൂറാണ് ബില്ലിൽ ഒരു സമയം ചർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ലോക്സഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചതിന് പിന്നെ 15 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ബില്ലിൽ ചർച്ചകൾ നടക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ബില്ലിൽ ആദ്യം സംസാരിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ്. അദ്ദേഹം കൃത്യമായി ആ ബില്ലിന്റെ ഗുണങ്ങളും വനിതാ സംവരണം നടപ്പിലാക്കേണ്ടത് ആവശ്യകതകളടക്കം ചൂണ്ടിക്കാണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വനിതകൾ ശാക്തീകരിക്കുവാൻ വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിയിൽ ഭേദഗതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വനിതാ സംവരണം ഒരുപക്ഷെ വൈകിക്കും എന്ന ആശങ്കയെ തുടർന്നതാണ് കേന്ദ്ര സർക്കാർ ഒരു വാദമായി ഉന്നയിച്ചിരിക്കുന്നത്. നിയമമന്ത്രിക്ക് പിന്നാലെ സംസാരിച്ചത് കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയാണ്. കടുത്ത വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നത്. കാരണം 2023 തന്നെ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ ഉടനെ ഇത് നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ അംഗസംഖ്യയായ 543 വനിതാ സംവരണം നടപ്പാക്കട്ടെ എങ്കിൽ ഞങ്ങൾ അനുകൂലിക്കാമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൃത്യമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ രഹസ്യ
അജണ്ടകൾ ഉണ്ടെന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ന് കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ സംസാരിക്കുമെന്ന് വ്യക്തമാക്കി. ഒരു കാരണവശാലും ബില്ലിനെ അനുകൂലിക്കില്ല, ശക്തമായി എതിർക്കുമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം ബില്ല് വോട്ടെടുപ്പ് നടക്കും. 3/2 ഭൂരിപക്ഷം ആവശ്യമായതിനാൽ ലോക്സഭ കടക്കാൻ സാധ്യതയില്ല. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.